2026 കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുക. ഈ അവസരത്തിൽ കേരളത്തിൽ നിന്ന് MP ആയിട്ട് പോയിട്ടുള്ളവരൊക്കെ തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള ഒരു തിടുക്കം കാണിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ബുദ്ധിമോശമായിരിക്കത്തില്ലേ? അതോ യുവ നേതൃത്വത്തെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇത്? ആലിംഗ പഴുത്തു കഴിഞ്ഞു. കാക്കക്കൂട്ടം വലിയ പ്രതീക്ഷയിലാണ്. അതിൽ ചില മുതിർന്ന കാക്കകൾ ആശങ്കയിലാണ്. തങ്ങൾക്ക് വായിൽ പുണ്ണുണ്ടോ എന്ന ഒരു സംശയം. പക്ഷെ അല്ല, കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് തങ്ങൾക്ക് തീർച്ചയായും ഇനി ഒരംഗത്തിന് ബാല്യമുണ്ട്, ഞങ്ങൾക്ക് ഡൽഹി മടുത്തിരിക്കുന്നു, തിരുവനന്തപുരമല്ലോ ഞങ്ങൾക്ക് പ്രിയതരം, ഞങ്ങളുടെ സ്വന്തം ജനതയെ മലയാളികളെ സേവിക്കാൻ ഇതാ ഒരവസരം ദൈവനിയോഗമായി വന്നിരിക്കുന്നു ഏതാണ്ട് ഉറപ്പിച്ചു. ചില കോൺഗ്രസ് നേതാക്കൾ ഉറപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയും UDF ആയിരിക്കും അടുത്ത സംസ്ഥാന ഭരണം. അങ്ങനെയെങ്കിൽ some leaders are sitting uncomfortably pretty in Delhi. അതിൽ പല സീനിയർ നേതാക്കളുമുണ്ട്. അനേക അവസരം കഴിഞ്ഞ ഒരു 2-3 ടേം അടുപ്പിച്ച് ഡൽഹിയിൽ സ്ഥിര താവളമാണ്. എത്രാമത്തെ പ്രാവശ്യമാണ് KC വേണുഗോപാൽ ഡൽഹിയിൽ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം പാർലമെന്റിലെത്തിയിരിക്കുന്നു. K. സുധാകരൻ ഏറെക്കാലമായി കേന്ദ്ര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന അധ്യക്ഷനായിരുന്നു എങ്കിൽ പോലും MP ആയി ദീർഘകാലമായി. എന്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും 2ാം വട്ടം MP ആണ്. അങ്ങനെ അടൂർ പ്രകാശ് 2ാം വട്ടം MP ആണ് ഇപ്പോൾ. അപ്പം 4-5 പ്രാവശ്യം തുടർച്ചയായി കൊടിക്കുന്നിൽ സുരേഷ് എത്രയോ കാലമായി 8ാം തവണ പാർലമെന്റ് അംഗമായി ഇരിക്കുന്നു. ഇവർക്കെല്ലാം മോഹങ്ങളുണ്ട്. സംസ്ഥാന ഭരണകൂടത്തിന്റെ തലപ്പത്ത് ഒരു മന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള മോഹമുണ്ട്. പത്തനംതിട്ടയിലെ ശക്തനായ കോൺഗ്രസ് നേതാവ് PJ കുര്യന് പോലും ഏജ് ഓവർ ആയിട്ടില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടാവാം. അദ്ദേഹത്തിനും ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്. അതിനി കേന്ദ്രത്തിൽ വേണ്ട. സോണിയാഗാന്ധിയൊക്കെ അങ്ങ് പ്രായമായല്ലോ. ഇനി സോണിയാഗാന്ധിയുടെ അകത്തളങ്ങളിൽ വരാൻ സാധിച്ചില്ല എങ്കിൽ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊരു സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനമെങ്കിലും. അങ്ങനെ അനേക മോഹങ്ങൾ പലയിടത്തും പൂവിടുന്ന ഒരു കാഴ്ച കാണാം. അതുകൊണ്ടാണ് ലോക്സഭ MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കുമോ? അനുകൂല സാഹചര്യം UDFന് അനുകൂല സാഹചര്യമാണ് എന്ന് അവർ കണക്ക് കൂട്ടുന്നു. LDFന് മറ്റു ചില ആശയങ്ങൾ ഉണ്ടാവാം, BJPക്കും ചില ആശയങ്ങൾ ഉണ്ടാവാം. പക്ഷേ UDF നേതാക്കളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ വലിയ മോഹമാണ് ഒരു മന്ത്രി കസേര. എന്തായാലും മോദി സർക്കാർ അടുത്ത 4 വർഷം കൂടി കേന്ദ്രത്തിലുണ്ടല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ BJP സർക്കാർ, NDA സർക്കാർ ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. MP ആണെന്ന് പറയാം, പ്രതിപക്ഷത്ത് ഇരിക്കാം, പാർലമെന്റിൽ കുറെ ബഹളം വെക്കാം. പക്ഷെ ഇവിടെ എങ്ങനല്ല, മന്ത്രിസ്ഥാനം കാറും കൊടിയും ആനയും അമ്പാരിയുമായി നീങ്ങാമല്ലോ എന്ന ചിന്ത സ്വാഭാവികമാണ്. മോഹങ്ങളല്ലേ, ഇങ്ങനെ തെറ്റ് പറയാനാവും. പക്ഷേ ഈ ഇപ്പൊ പോയിരിക്കുന്ന MP മാരെല്ലാം എന്ന് പറയുന്നത് മുതിർന്നവരാണ്. അവരെല്ലാം കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞ് വിജയിച്ചാൽ മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടവരുമാണ്. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് ആയാലും K. സുധാകരനായാലും ആന്റോ ആന്റണിയും പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, അടൂർ പ്രകാശ്, എല്ലാവർക്കും കൂടി മന്ത്രിസ്ഥാനം കൊടുക്കാനും. അടൂർ പ്രകാശ് മുൻപ് മന്ത്രിയായിരുന്ന ആളാണ്, റവന്യൂ മന്ത്രിയായിരുന്നു. അതുപോലെ പിന്നെ വേണുഗോപാലിന് ഒരു മന്ത്രിസ്ഥാനം ഒരു പക്ഷേ പ്രതീക്ഷ ഉണ്ടാവാം. മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് വെറും മന്ത്രിസ്ഥാനമല്ല, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം. എനിക്ക് തോന്നുന്നില്ല ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അടിമൂക്കുമ്പം തീർച്ചയായും 2 പേര് തമ്മിൽ മത്സരമുണ്ടാകുമല്ലോ. രമേശ് ചെന്നിത്തല ഹരിപ്പാട് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും നിന്ന് വിജയിച്ചു വരാം. VD സതീശൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരും. അങ്ങനെയെങ്കിൽ ഈ 2 പേരും പരസ്പരം ഒരു നാഴിയിൽ ഇറങ്ങില്ല, മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ല. അങ്ങനെ വന്നാൽ തർക്കം നോക്കുമ്പോൾ സ്വാഭാവികമായി ഹൈക്കമാൻഡ് ഇടപെടും. ഇന്നത്തെ നിലയിൽ ഹൈക്കമാൻഡിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹൈക്കമാൻഡ് തന്നെയാണ്. KC വേണുഗോപാൽ ഹൈക്കമാൻഡ് പ്രതിനിധിയല്ല, ഹൈക്കമാൻഡ് തന്നെയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും സമ്പന്നനായ ഓൾ ഇന്ത്യ നേതാവാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് തീർച്ചയായും ലഭിക്കും. അതുകൊണ്ട്
മുഖ്യമന്ത്രി സ്ഥാനം തീരെ ചെറിയ കാര്യമല്ല. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാൾ എത്രയോ വിസിബിലിറ്റി ഉള്ള, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി സ്ഥാനം. ചരിത്രത്തിന്റെ തങ്കലിപികൾ എഴുതപ്പെടും. ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുന്ന ആൾ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. കേരള ചരിത്രം അപഗ്രഥിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം കൂടെ നോക്കുമല്ലോ. അതുകൊണ്ട് KC വേണുഗോപാൽ ആഗ്രഹമുണ്ടാകും, തുറന്നു പറയില്ല, മത്സരിക്കില്ല. മത്സരിക്കുന്നത് ബുദ്ധിമോശമാകും. കാരണം അത് മറ്റൊരു നറേറ്റീവ് ആകും. എന്തിന് സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കണം? K മുരളീധരന് മത്സരിക്കാം. എന്തുകൊണ്ടാണ്? K മുരളീധരൻ MP അല്ല, MLA അല്ല, ഒന്നുമല്ല. തീർച്ചയായും മത്സരിക്കാം. പക്ഷേ അങ്ങനെയല്ല. മറ്റ് MP-മാരുടെ കാര്യം, പ്രത്യേകിച്ച് K സുധാകരന്റെ കാര്യം. K സുധാകരൻ മുൻ മന്ത്രിയാണ്. K സുധാകരൻ MP ആണ്, 2-3 ടൈംസ് MP ആണ്. കണ്ണൂരിലെ സമുന്നത നേതാവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അവസാന കാലത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഒരു ആഗ്രഹം ഉണ്ടാകാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അധികായനായി നിന്നുകൊണ്ട് തന്നെ പ്രഭാവത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതം അവസാനിക്കാം. അതൊരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ്? ആന്റണി എത്ര പ്രാവശ്യമാണ് പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു വന്നത്? ഇപ്പൊ KPCC അധ്യക്ഷനാകും എന്നുള്ള പറച്ചിൽ വരെ ഉണ്ടായിരുന്നു. പടിവാതിക്കെത്തി. ഒരു ക്രൈസ്തവ മുഖം ഉണ്ടാവണമല്ലോ. ഇപ്പോൾ നിലവിൽ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലശേഷം തലയെടുപ്പുള്ള ക്രൈസ്തവ നേതാക്കൾ ഒന്നും തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ തലയെടുപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബെന്നി ബെഹനാനെ വിസ്മരിക്കുന്നില്ല. ഇപ്പോഴത്തെ നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വിസ്മരിക്കുന്നില്ല. അതുപോലെ മറ്റ് മൂവാറ്റുപുഴ MLA വിസ്മരിക്കുന്നില്ല. കുഴൽനാടനെ വിസ്മരിക്കുന്നില്ല. പക്ഷേ അവർക്കൊന്നും ആന്റണിയോ ഉമ്മൻചാണ്ടിയോ എത്തി നിന്ന ഉത്തുംഗ ശൃംഖത്തിൽ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു നായർ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് തന്നെയാണ് അത്. തരൂറാണെങ്കിലും അസാധ്യമാണ്. എങ്കിലും തരൂറാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും നായർ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു നസ്രാണി മന്ത്രിസഭയിൽ രണ്ടുപേരെങ്കിലും ഉണ്ടാകണമല്ലോ. അതിന് ചേരുന്ന മുഖങ്ങൾ വേണമല്ലോ. പക്ഷെ ഇവിടെ നേരത്തെ ശ്രീ വിജയനാഥ് സൂചിപ്പിച്ച മൂപ്പിന്റെ കാര്യം, മൂപ്പും ഇളമയും ഒരുപോലെ സമ്മേളിക്കുമ്പോഴാണ് ഒരു ജുഡീഷ്യസ് ബ്ലെൻഡ് ഉണ്ടാകുന്നത്. യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് ടുഗെദർ. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആളുകളാണ് MP-മാരെല്ലാം. നമ്മൾ സൂചിപ്പിച്ച പേരുകളെല്ലാം തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് MP. ചെറുപ്പക്കാർക്ക്, രാഹുൽ മങ്കുട്ടത്തിനെ പോലെയുള്ളവർക്ക്, പുതിയതായി വരാൻ സാധ്യതയുള്ള അബിൻ വർക്കിയെ പോലെയുള്ളവർക്ക്, ഇനിയും MLA ആയിട്ടില്ലെന്ന് ഓർക്കണം, PC വിഷ്ണുനാഥിനെ പോലെ ഉള്ളവർക്ക് ചെറുപ്പമാണ്, എന്നാൽ സീനിയറാണ്, ആവശ്യത്തിൽ സീനിയോറിറ്റി ഉണ്ട്. പലയാവർത്തി MLA ആയ ആളാണ്. ചെങ്ങന്നൂരിൽ നിന്ന് MLA ആയി. അതുപോലെ തീർച്ചയായും ഇവിടെ കുണ്ട്രയിൽ നിന്ന് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിശ്വനാഥ് MLA ആയി. ഒരു ഊഴം കൂടി ലഭിച്ചാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന ആളാണ്. ഇവരുടെ എല്ലാം സാധ്യതകളെ അട്ടിമറിച്ചുകൊണ്ട് പാർലമെന്റ് അംഗങ്ങൾ നിരന്തരമായി മത്സരിക്കാൻ എത്തിയാൽ ഹൈക്കമാൻഡ് അത് അനുവദിക്കുമോ? ഒരു വലിയ ചോദ്യമാണ്. ഹൈക്കമാൻഡ് ഭാഗമായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് വേറൊരു ചോദ്യം കൂടെ നിൽക്കുന്നു. കാരണം ഇവർക്ക് കേരളമാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത്. അപ്പോൾ ജയം ഉറപ്പായിട്ടുള്ള ജയസാധ്യത ഉറപ്പാണെങ്കിൽ ഇത്തരത്തിലുള്ളവരെ അവർ ഇറക്കാൻ ചിലപ്പോൾ മടിക്കത്തില്ല. കാരണം കേരളം കിട്ടണം. ഇവരെ ഇറക്കുന്നതിന് വേണ്ടിയാണ്. ഒരു മണ്ഡലം KC വേണുഗോപാൽ മത്സരിച്ചെങ്കിൽ മാത്രമേ ആലപ്പുഴ നിയമസഭാ സീറ്റ് ലഭിക്കൂ. എങ്കിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നതിന് സാധ്യതയുണ്ട്. കണ്ണൂർ നിയമസഭാ സീറ്റ് ലഭിക്കണമെങ്കിൽ K സുധാകരൻ തന്നെ മത്സരിച്ചാലേ പറ്റൂ. എങ്കിൽ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതുപോലെ പോലുള്ള മണ്ഡലമാണെങ്കിൽ കോന്നി പോലെയുള്ള മണ്ഡലത്തിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ ജയിച്ചിരിക്കും. പക്ഷേ അടൂർ പ്രകാശ് വെക്കേറ്റ് ചെയ്യുന്ന സീറ്റിൽ ഈ ആറ്റിങ്ങലിൽ ഒരു UDF സ്ഥാനാർത്ഥി, അടൂർ പ്രകാശ് അല്ലാത്ത ഒരു UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ ഭഗീരഥ പ്രയത്നം വേണ്ടിവരും UDF-ന്. അപ്പോൾ വലിയ സീറ്റാണ് ലോക്സഭാ സീറ്റ്, ചെറിയ സീറ്റാണ് നിയമസഭാ സീറ്റ്. വലുത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെറുതിന്റെ പുറകെ പോയി വലുത് നഷ്ടപ്പെടുത്തി അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എങ്കിൽ മഹാനഷ്ടമായിരിക്കും UDF-ന്. ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്ക് രാഹുൽ ഗാന്ധി അനുവദിക്കുമോ? പ്രിയങ്ക ഗാന്ധിക്ക് അനുവദിക്കാൻ ഒക്കുമോ? KC വേണുഗോപാൽ തന്നെ അനുവദിക്കാൻ പറ്റുമോ? കാരണം BJP-ക്കെതിരെ ശക്തമായി പാർലമെന്റിൽ പട്ടപൊരുതാനുള്ള സൈന്യത്തിൽ നിന്നും ചോർച്ചയുണ്ടാവുകയാണ്. അത് ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് എളുപ്പമല്ല കാര്യങ്ങൾ. തിയററ്റിക്കലി പ്രൊജക്റ്റ് ചെയ്യാം. ആഗ്രഹങ്ങളുടെ പെരുമഴക്കാലം നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആലിംഗ പഴുത്തു എന്ന് തന്നെയാണ്. പക്ഷേ അത് ഭക്ഷിക്കാനുള്ള യോഗം
എത്ര കാക്കകൾക്കുണ്ടാകും എന്നതിലാണ് ആശയക്കുഴപ്പം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.